നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിർണായക തെളിവുകൾ സമർപ്പിച്ച അന്വേഷണ സംഘം. കേസിലേക്ക് നടിയും ദിലീപിന്റെ മുൻ ഭാര്യയുമായ മഞ്ജു വാര്യരെ വലിച്ചിഴയ്ക്കാനുള്ള പ്രതിഭാഗത്തിന്റെ ശ്രമവും പ്രോസിക്യൂഷൻ സാക്ഷിയായ അനൂപിനെ ദിലീപിന്റെ അഭിഭാഷകൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഈ ശബ്ദ സന്ദേശങ്ങളാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത്. ഇതോടെ കേസ് കൂടുതൽ സങ്കീർണമാവുകയാണെന്നാണ് സൂചന. വിചാരണവേളയിൽ കോടതിയിൽ നൽകേണ്ട മൊഴികൾ എങ്ങനെ വേണമെന്ന് അഭിഭാഷകൻ അനൂപിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തായത്. വിവാഹമോചനത്തിന് മുമ്പ് ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ മദ്യപിക്കാറുണ്ടായിരുന്നോ എന്ന് അഭിഭാഷകൻ അനൂപിനോട് ചോദിക്കുന്നു. എന്നാൽ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നായിരുന്നു അനൂപിന്റെ മറുപടി. എന്നാൽ മഞ്ജു മദ്യപിക്കാറുണ്ടായിരുന്നു എന്ന് മൊഴി നൽകണമെന്ന് അഭിഭാഷകൻ അനൂപിനോട് പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട ദിവസം ദിലീപ് ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്നു എന്നാണ് വാദിഭാഗത്തിന്റെ അവകാശവാദം. ഇത് സാധൂകരിക്കുന്നതിനായി സംഭവ ദിവസം ദിലീപിനോട് പനിയും തൊണ്ടവേദനയുമായി ആശുപത്രിയിലായിരുന്നു എന്നും പറ്റുമ്പോഴെല്ലാം ദിലീപിനെ ആശുപത്രിയിൽ പോയി കാണുമായിരുന്നു എന്നും പറയണമെന്നും അഭിഭാഷകൻ പറയുന്നു. ഇതിനിടെ മഞ്ജുവിന് സിനിമയിൽ മറ്റൊരാളുമായി പ്രണയം ഉണ്ടായിരുന്നതായി പറയണമെന്ന് അഭിഭാഷകൻ അനൂപിനോട് പറയുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് ദിലീപ് വിവാഹത്തിന് തയ്യാറായത്. ദിലീപ് മഞ്ജുവിന് വലിയ പിന്തുണ ജീവിതത്തിൽ നൽകിയിരുന്നു. മഞ്ജുവിന്റെ പിടിവാശിയാണ് വിവാഹബന്ധം വേർപെടുത്താൻ കാരണമായതെന്ന് പറയണമെന്നും അഭിഭാഷകൻ അനൂപിനോട് പറയുന്നു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ പ്രതി ദിലീപിന് തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി വരുന്നത് ഇന്നാണ്. FIR റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജിയാണ് തള്ളിയത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് ഹർജി തള്ളിയത്. അന്വേഷണ സംഘം സമർപ്പിച്ച നിർണായക ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചായിരുന്നു ഹൈക്കോടതി വിധി. കേസിൽ കാവ്യയെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളും അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് സൂചന.